ഒരു സ്ലിറ്റ് ടോപ്പിൽ നിന്ന് എങ്ങനെയൊന്ന് അളവ് എടുക്കാമെന്ന് നോക്കിയാലോ. ഒരു ടോപ്പിൽ നമ്മളിങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം ആദ്യം വേണ്ടത് ഫുൾ ലെങ്താണ്. ഫുൾ ലെങ്ത് എടുക്കുമ്പോൾ നമ്മുടെ ഇഞ്ച് നോക്കണേ. കണ്ടോ, ടേപ്പിൽ ഇഞ്ച് നോക്കണം. ഈ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. വീണ്ടും നമ്മൾ ലെങ്ത്ത് ബേസ് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. ഇതിനകത്ത് എത്ര ഇഞ്ച് നോക്കിക്കേ, 44 ഇഞ്ച്. അപ്പോൾ ലെങ്ത്ത് വേണ്ടത് 44. ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന ലെങ്ത്ത് 44. 44 പ്ലസ് 1.5, 1 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും. ഇനി വേണ്ടത് ഷോൾഡർ പോയിന്റ്. ഷോൾഡർ പോയിന്റ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ഈ പോയിന്റ് സ്ലീവ് തുടങ്ങിയ പോയിന്റിൽ നിന്ന് അടുത്ത സ്ലീവ് തുടങ്ങിയ പോയിന്റ് വരെ അല്ലേ. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ വയ്ക്കുക. ടേപ്പിന് വച്ചതിന് ശേഷം അടുത്ത പോയിന്റിലേക്ക് നമുക്ക് നോക്കാം എത്ര ഇഞ്ചായിട്ടിരിക്കുന്നതൊക്കെ. നമുക്ക് 14 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, കിട്ടിയിരിക്കുന്ന അളവ് 14 ഇഞ്ച്. മനസ്സിലാവണ്ടോ, 14 ഇഞ്ച്. അപ്പോൾ 14/2 അല്ലേ. അപ്പോൾ ഇത് നമുക്ക് വേണ്ട അളവ് അപ്പോൾ എത്രയാണ്, 14ൻ്റെ പകുതി. അപ്പോൾ 14ൻ്റെ പകുതി 7, 7 പ്ലസ് 1/2 ഇഞ്ച്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന അളവ് 7 പ്ലസ് 1/2 ഇഞ്ച്. ഇനി വേണ്ടത് ആം ഹോൾ ലെങ്ത്ത്. എങ്ങനെയാണ് ആം ഹോൾ ലെങ്ത്ത് കാണുന്നതെന്ന് നോക്കിയാലോ. അളവ് ടോപ്പിൽ നിന്ന് ഈ ടേപ്പിനെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കാം. ശേഷം നമുക്ക് വേണ്ട ഈ ചെസ്റ്റ് റൗണ്ട് ഉണ്ടോ, ഈ പോയിന്റിലേക്ക് നമുക്ക് നേരെ ഇവിടെ അളവ് ഏതാ കിട്ടുന്നതെന്ന് നോക്കണം. കണ്ടോ, ഇതിൻ്റെ നേരെ നമ്മുടെ ഈ ടേപ്പിനെ വച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചെസ്റ്റ് പോയിന്റിലേക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വയ്ക്കാം. കണ്ടോ, നമുക്ക് കൈക്കുഴി ലെങ്ത്ത് എത്ര കിട്ടിയിരിക്കുന്നത് കാണാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണിത്. ടേപ്പിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കാം. നമ്മുടെ ഈ ചെസ്റ്റ് പോയിന്റിലേക്ക്, ഈ ചെസ്റ്റ് പോയിന്റ് വരുന്ന പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കാം. കണ്ടോ, എനിക്ക് കിട്ടിയിരിക്കുന്ന കൈക്കുഴി ലെങ്ത്ത് എത്രയാണ്, 6.5. അപ്പോൾ നമ്മൾ 6.5 എടുത്താൽ പോരാ, പ്ലസ് 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. എന്തിനാണെന്ന് പറയുക, ഷോൾഡർ കൂട്ടി തയ്ക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു, ഫുൾ ലെങ്ത്ത് കണ്ടു, ഷോൾഡർ കണ്ടു, ആം ഹോൾ ലെങ്ത്ത് കണ്ടു അല്ലേ, അതായത് കൈക്കുഴി ലെങ്ത്ത്. ഇനി വേണ്ടത് ചെസ്റ്റ് റൗണ്ട്. ചെസ്റ്റ് റൗണ്ട് എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ, നമ്മുടെ ഈ കൈക്കുഴി ഉണ്ട്, ഈ പോയിന്റിൽ നിന്ന് ഇവിടെ നമ്മൾ ടേപ്പിനെ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് അടുത്ത ചെസ്റ്റ് റൗണ്ടിലേക്ക്. കണ്ടോ, ഇതിനകത്ത് എനിക്ക് ഇട്ടിരിക്കുന്നത് വലിച്ച് പിടിക്കണം കേട്ടോ. നമ്മളുണ്ടോ എത്ര ഇരിക്കുന്നത്, കറക്റ്റ് 19 ഇഞ്ച്. അപ്പോൾ 19 ഇഞ്ച് ഫ്രണ്ട് ഓഫ് പാർട്ട് 19 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിൻ്റെ അളവ് അറിയാനായിട്ട് എന്ത് ചെയ്യാം, 19നെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നും കൂടി ഇങ്ങനെ മടക്കി പിടിക്കാം. അപ്പോൾ എത്ര ഇട്ടിരിക്കുന്നത്, 38 ഇഞ്ച്. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് എത്രയാണ്, 38 അല്ലേ. 38ൻ്റെ 4/1 നമുക്ക് കാണണം. 38ൻ്റെ 4/1 ഈ ടേപ്പിന് നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ മടക്കി പിടിച്ചാൽ നമുക്ക് 4/1 കിട്ടി. എത്ര ഇട്ടിരിക്കുന്നത്, 9.5. 9 കഴിഞ്ഞ് 1/2 പോയിൻ്റ് ഉണ്ടോ, കറക്റ്റ് 9.5 നമുക്ക് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് എത്രയാണ്, 9.5 പ്ലസ് 1.5 കേട്ടോ. അപ്പോൾ ഈ ടോപ്പിൽ നിന്ന് നമുക്ക് ചെസ്റ്റ് ഇട്ടിരിക്കുന്നത് ഫ്രണ്ട് ഓഫ് പാർട്ട് 19 ബാക്ക് പാർട്ടോട് ഇൻക്ലൂഡ് ആക്കിയപ്പോൾ 38 കിട്ടി. 38ൻ്റെ 4/1 നമുക്ക് എത്ര കിട്ടി, 9.5. അപ്പോൾ 9.5 പ്ലസ് 1.5. ഇനി വേണ്ടത് ഷേപ്പ് ലെങ്ത്ത്, അതായത് ബോഡിയിൽ വണ്ണം കുറഞ്ഞ ഭാഗമാണ് ഷേപ്പ് ലെങ്ത്ത് എന്ന് പറയുന്നത്. അത് ഷോൾഡറിൽ നിന്ന് നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം കൈ പ്രസ് ചെയ്ത് പിടിക്കാം. വണ്ണം കുറഞ്ഞ ബോഡിയിൽ ഉണ്ടോ, ഈ ടോപ്പിൽ വണ്ണം കുറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഉണ്ടോ, അതാണ് ഷേപ്പ് ലെങ്ത്ത് എന്ന് പറയുന്നത്. അതായത് ഉണ്ടോ 13 ഇഞ്ച്. 13 പ്ലസ് 1/2, അതായത് ഷോൾഡർ കുട്ടിയായിരിക്കും 1/2 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഷേപ്പ് ലെങ്ത്ത് എത്ര എടുക്കണ്ടേ, 13 പ്ലസ് 1/2 13.5. ഇനി ഷേപ്പ്, ആ പോയിന്റിൽ നമുക്ക് ഷേപ്പ് റൗണ്ട് നോക്കണം. ഈ പോയിന്റിൽ നമുക്ക് ഷേപ്പ് റൗണ്ട് നോക്കിക്കേ, എത്ര ഇട്ടിരിക്കുന്നത് നോക്കിക്കേ, കറക്റ്റ് നമുക്ക് 16.5 ഇട്ടിരിക്കുന്നത്. കറക്റ്റ് 16.5. അപ്പോൾ 16.5 പ്ലസ് 16.5 എത്ര കിട്ടിയിരിക്കുന്നത് നോക്കണം. എത്ര ഇട്ടിരിക്കുന്നത് നമുക്ക് 33 അല്ലേ. അപ്പോൾ 33നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ടേപ്പിനെ ഒന്നും കൂടി മടക്കി പിടിക്കാം. കണ്ടോ, 8.25. അപ്പോൾ 8.25 പ്ലസ് 1.5 ഇഞ്ച്. അപ്പോൾ 8.25 എന്ന് പറയുന്ന കാലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, 1/2 ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് ആക്കി കൊടുക്കുക. 8.25 എന്ന് പറയുന്നത് 8.5 ആക്കി കൊടുക്കുക. 8.5 പ്ലസ് 1.5. ഇനി വേണ്ടത് സ്ലിറ്റ് ലെങ്ത്ത്. നമുക്ക് സ്ലിറ്റ് ഈ റെഡിമെയ്ഡ് ടോപ്പാണ്. അപ്പോൾ നമുക്ക് സ്ലിറ്റ് ഒത്തിരി ഇറങ്ങിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ സ്ലിറ്റ് ലെങ്ത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കുക. ഈ കിട്ടിയിരിക്കുന്ന പോയിന്റ് ഈ കണ്ടോ, ഈ സ്ലിറ്റ് ലെങ്ത്ത് എത്ര കിട്ടിയിരിക്കുന്നതൊക്കെ 22 വരെ ഉണ്ട് അല്ലേ, 22. അപ്പോൾ 22 പ്ലസ് 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം. എന്നാൽ ഷോൾഡർ കൂട്ടിയടിക്കുമ്പോൾ പോകില്ല 1/2 ഇഞ്ച്. അപ്പോൾ 22 പ്ലസ് 1/2 ഇഞ്ച് സ്ലിറ്റ് ലെങ്ത്ത്. ഇനി സ്ലിറ്റ് റൗണ്ട് കാണാനായിട്ട് ആ പോയിന്റിൽ നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം അടുത്ത പോയിന്റിലേക്ക് ഇങ്ങനെ പിടിക്കാം. കണ്ടോ, സ്ലിറ്റ് റൗണ്ട് എനിക്ക് ഇട്ടിരിക്കുന്നത് 22 ഇഞ്ച്, കറക്റ്റ് 22 ഇഞ്ച്.
മനസ്സിലായോ? അപ്പോൾ 22ൻ്റെ 4/1 കാണാം, അല്ലെങ്കിൽ 22ൻ്റെ നേർ പകുതി നമ്മളിങ്ങനെ പിടിച്ചാൽ നമുക്ക് അളവ് കിട്ടും. കണ്ടോ? 22ൻ്റെ മറ്റേ ചെസ്റ്റും ഷേപ്പ് ഇതുപോലെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 11 ഇഞ്ച്. അപ്പോൾ സ്ലിറ്റ് റൗണ്ട് എത്ര ഇട്ടിരിക്കുന്നത്? 11 + 1 ഇഞ്ച്. അതുപോലെ തന്നെ നമുക്ക് ബോട്ടം റൗണ്ട് കാണാം. ബോട്ടം റൗണ്ട് നമുക്ക് എത്ര ഇട്ടിരിക്കുന്നത് നോക്കിക്കേ. ബോട്ടം റൗണ്ടിനകത്ത് 22 ഉള്ളൂ. 22ൻ്റെ പകുതി 11 + 1 ഇഞ്ച്. ബോട്ടം റൗണ്ട് കിട്ടിയിരിക്കുന്നു 11 + 1 ഇഞ്ച്. ഇനി വേണ്ടത് നെക്ക് ലെങ്ത്ത്. നെക്ക് ലെങ്ത്ത് എന്ന് നോക്കിക്കേ, ഈ ഷോൾഡറിൽ നിന്ന് നെക്ക് ലെങ്ത്ത് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കുക. പോയിന്റ് വന്നിരിക്കുന്നത് നോക്കിക്കേ, നമ്മളെ കൈക്കുഴി ലെങ്ത്ത്, അതായത് ആം ഹോൾ ലെങ്ത്ത് പിടിച്ച് ആ പോയിന്റിൽ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനിങ്ങനെ കറക്റ്റായിട്ട് പിടിക്കാം. കണ്ടോ? നെക്ക് ലെങ്ത്ത് കാണാനായിട്ടൊരു ഏക മാർഗ്ഗമാണിത്. അളവ് ടോപ്പിൽ നിന്ന് നെക്ക് ലെങ്ത്ത് കാണാൻ ഏക മാർഗ്ഗം എന്താ? അത് ഇങ്ങനെ പിടിക്കുക. നമ്മുടെ ഈ നെക്ക് പോയിന്റ് സെൻറ്റർ പോയിന്റ്, ആ പോയിന്റിൻ്റെ നേരെ ഈ ടേപ്പിൽ ഇങ്ങനെ പിടിക്കുക. കണ്ടോ? കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ വരുന്നുണ്ടോ? എത്ര ഇട്ടിരിക്കുന്നതെങ്കിൽ 5 ഇഞ്ച്. നമുക്ക് 5 എടുത്താൽ പോരാ, 5 + അര ഇഞ്ച്. അര ഇഞ്ച് ഷോൾഡർ കൂട്ടി തയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ നെക്ക് ലെങ്ത്ത് എത്ര ഇട്ടിരിക്കുന്നത്? 5.5 അല്ലേ? 5 + അര 5.5. ബാക്ക് ഓഫ് നെക്ക് ലെങ്ത്ത്, ഇത് അളവ് റെഡിമെയ്ഡ് ഡ്രസ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബാക്ക് നെക്ക് ഒത്തിരി കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? എങ്കിലും നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ നേരെ ഇങ്ങനെ പിടിക്കാം. കണ്ടോ? കറക്റ്റ് എത്ര ഇട്ടിരിക്കുന്നത് നോക്കിക്കേ? 2.5. കറക്റ്റ് 2.5 ഇട്ടിരിക്കുന്നത്. അപ്പോൾ 2.5 + അര. അപ്പോൾ നെക്ക് ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത് 2.5 + അര. ഇനി വേറൊരു മാർഗ്ഗം നോക്കി, ഇനി നെക്ക് വിഡ്ത്ത് അല്ലേ? അപ്പോൾ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5 + അര 5.5, ബാക്ക് നെക്ക് ലെങ്ത്ത് 2 + അര 2.5. ഇനി വേണ്ടത് നെക്ക് വിഡ്ത്ത്. നെക്ക് വിഡ്ത്ത് എങ്ങനെയാണ് കാണുന്നത് നോക്കിക്കുക. എല്ലാവർക്കും ഡൗട്ട് വരുന്നൊരു കാര്യമാണ് നെക്ക് വിഡ്ത്ത്. ഈ പോയിന്റ് നമ്മുടെ ചെസ്റ്റ് റൗണ്ടൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വച്ചതിന് ശേഷം നെക്ക് വിഡ്ത്ത് നമ്മൾ ഈ പോയിന്റ് ഒരു നോക്കാം. ഇതിൻ്റെ അകം നോക്കണേ. കണ്ടോ? എനിക്ക് കിട്ടിയിരിക്കുന്ന 6.5 ഉള്ളൂ. കണ്ടോ? കറക്റ്റ് 6.5. ഇപ്പോൾ ഈ 6.5 നെക്ക് വിഡ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, 6.5 ÷ 2 അല്ലേ? 6.5 പകുതി. അതായത് ടേപ്പിൽ നമ്മൾ എന്തിനും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ടേപ്പിൽ നമുക്ക് ഇതിൻ്റെ അളവ് കണ്ടെത്താം. അപ്പോൾ 6.5 പകുതി എത്രയാണ്? 3.25 ഇഞ്ച്. കണ്ട? 2 പോയിൻ്റ് ആണ്. 3 കഴിഞ്ഞ് 2 പോയിൻ്റ് കാണണം 3.25. ആ 3.25 നമ്മൾ എന്ത് ചെയ്യുക, 1/4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് കഴുത്തകലം കാണാവൂ. അപ്പം 1/4 ഇഞ്ച് മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടിയ? 3 ഇഞ്ച് അല്ലേ? അപ്പോൾ ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച്. ഇനി അടുത്തത് എന്താ, നമുക്ക് സ്ലീവ് ലെങ്ത്ത് കാണണം അല്ലേ? സ്ലീവ് ലെങ്ത്ത് കാണാനായിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ ഷോൾഡർ കൂട്ടി അടിച്ചില്ലേ, കൈക്കുഴി വരുന്ന ഭാഗം, ആ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ സ്ലീവ് ലെങ്ത്ത് എടുക്കുക. ആ സ്ലീവ് ലെങ്ത്ത് എത്ര ഇരിക്കുന്നെങ്കിൽ 15 + 1.5 1 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് ബോഡിയിലേക്ക് ജോയിൻറ്റ് ചെയ്യാനും. ഇനി വേണ്ടത് സ്ലീവ് റൗണ്ട്. സ്ലീവ് റൗണ്ട് എന്ന് പറഞ്ഞാൽ താഴെ ഭാഗം അല്ലേ? ശരിക്കും ഇങ്ങനെ വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക കേട്ടോ. എന്നിട്ട് വേണം അളവെടുക്കാനായിട്ട്. ഇതിനകത്ത് എത്ര ഇരിക്കുന്നത്? കറക്റ്റ് 5 അല്ലേ? അപ്പോൾ 5 + 1.5 ഇഞ്ച് എൻ്റെ തയ്യൽ തുമ്പ്. അതുപോലെ തന്നെ ഈ മിഡ് ഭാഗം കൂടി ഒന്ന് നോക്കണേ. സ്ലീവ് സെൻറ്ററിന്നും കൂടി എഴുതണം. അപ്പോൾ ഇതിനകത്ത് എത്ര ഇട്ടിരിക്കുന്നത്? 6 + 1.5. അപ്പോൾ സ്ലീവ് സെൻറ്റർ ഇട്ടിരിക്കുന്നത് 6 + 1.5. മിസ്സിൻ്റെ ഒരു ഓൺലൈൻ സ്റ്റുഡൻ്റാണ് ഞാൻ. 2 മാസത്തെ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ്ങിൻ്റെ കോഴ്സിലാണ് ഞാൻ കയറിയത്. ഒരുപാട് ഉപകാരമായി. ഞാൻ അടിക്കുമെങ്കിൽ, പക്ഷേ എനിക്ക് കട്ട് ചെയ്യാൻ അറിയില്ലായിരുന്നു. അത് മാമിൻ്റെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് പഠിച്ച് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് തയ്ക്കുകയും ഒക്കെ ചെയ്യും. എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് രാത്രിയാണെങ്കിലും മാമിന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ എപ്പോഴാണെങ്കിലും എനിക്ക് റിപ്ലൈ കിട്ടലുണ്ട്. മാമിൻ്റെ കോഴ്സ് കഴിഞ്ഞ ടൈമിലാണെങ്കിലും ഞാൻ എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ എനിക്ക് അതിന് റിപ്ലൈ തന്നിരുന്നത്. ഒരുപാട് ഉപകാരമുള്ള നല്ല ക്ലാസ്സാണ്. ഒന്നും പറയാനില്ല. പെർഫെക്റ്റ് ആണ്.